ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം സാബുമാൻ്റെയും ചീട്ട് കീറി. അങ്ങനെ നെവിൻ തുടങ്ങി ബാക്കിയുള്ളവരും കൂടി കീറി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സാബുമാനെ. നെവിൻ പറഞ്ഞു തുടങ്ങുന്നത് സാബുമാൻ ഒരു വൻ പരാജയമാണ്, വായ തുറന്ന പച്ച കള്ളേ പറയുള്ളൂ, ഒരു ഹൗസ് ക്യാപ്റ്റനായി ഒരു കമാൻഡിങ് പവർ ഇല്ലായിരുന്നു, കിച്ചൺ ക്യാപ്റ്റനാക്കി അവിടെയും ഒരു കമാൻഡിങ് പവർ ഇല്ലായിരുന്നു, ആകെ കിച്ചണിൽ വരുന്നത് കുറച്ച് പ്രോട്ടീൻ ഉണ്ടോ, മുട്ടയുണ്ടോ, ചെറുപയർ എവിടെ എന്നൊക്കെ ചോദിച്ച് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കിച്ചണിലേക്ക് വരുന്നതെന്ന് പറയാറുണ്ട്. പിന്നെ നാരദ പണിയാണ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് സാബുമാൻ ഒരു ഗ്രൂപ്പിൽ ചെല്ലും, അവർ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് തലയാട്ടിയിരിക്കും, മറ്റൊരു ഗ്രൂപ്പ് പോയി ഇവർ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് അവിടെയും തലയാട്ടിയിരിക്കും. പ്രത്യേകിച്ച് ഒന്നിനും ഒരു അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് സാബുമാൻ എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇതെല്ലാം പറഞ്ഞപ്പോഴേക്കും സാബുമാൻ്റെ സ്വഭാവം മാറി. അതിനുശേഷം അനുവിനോട് പറയുന്നുണ്ട് നീ പഠിച്ച കള്ളിയാണെന്നൊക്കെ. അനു പിന്നെ കൂട്ടിച്ചേർക്കുന്നു കിച്ചൺ കാര്യങ്ങൾ ഇത്ര വഷളാക്കിയ സാബുമാൻ ഒരാളാണ്. പിന്നീട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അനു, അതായത് അക്ബർ നെവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് വന്ന് സാബുമാൻ, ആദില, നൂറ ഈ ഒരു ടീമുകളുടെ അടുത്ത് വന്ന് പറയാറുണ്ടെന്നും ആദില ഒരു തവണ സാബുമാനോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ നെവിനും അക്ബറിൻ്റെയും പ്ലാനുകൾ കൂടുതലുണ്ടെങ്കിലും വന്ന് പറയണം കേട്ടോ എന്ന്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആദിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉള്ള കാര്യം തന്നെയായിരുന്നു. ആദില വന്നിട്ടും കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ ചുറ്റുള്ളതെല്ലാം മറക്കും, സ്വന്തം വയറ് നിറയ്ക്കണമെന്ന് മാത്രമാണ്. മൊത്തത്തിലൊരു തണുത്ത പ്രതികരണമാണ്. പിന്നെ നാരിമാൻ എന്ന് ഇവരെ ഇരട്ട പേര് വിളിക്കുമ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നില്ല എന്ന്. ഇത്രയും കാലം എല്ലാവരും മറ്റുള്ളവരെ പുറത്താക്കുന്നതിന് തിരക്കിലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സാബുമാൻ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നത് ശ്രദ്ധിക്കാൻ മറന്നുപോയി. ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് സാബുമാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുഴച്ചു നിൽക്കാൻ തുടങ്ങിയത്. എന്തായാലും സാബുമാൻ്റെ ഗെയിം എക്സ്പോസ്ഡായി. പിന്നെ ഫ്യൂസ് പോയ പോലെ അവിടെ കിടക്കുന്നുണ്ട്.